നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് അടുത്തെത്തിയെന്ന ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസി ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായ യുറേനിയം ഇറാൻ സ്വരൂപിച്ചുവെന്ന് ഏജൻസിയുടെ രഹസ്യ റിപ്പോർട്ടിൽ വ്യക്തമാവുകയാണ്. മെയ് 17 റിപ്പോർട്ട് പ്രകാരം 408.6 കിലോഗ്രാം യുറേനിയമാണ് ഇറാൻ ശേഖരിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിൽ കൈവശമുണ്ടായിരുന്നതിനേക്കാൾ 60% അധികം യുറേനിയം ഇറാന്റെ കയ്യിൽ ഇപ്പോഴുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. ഫെബ്രുവരിയിലെ യുറേനിയത്തിന്റെ അളവിൽ നിന്ന് 133.8 കിലോഗ്രാമിന്റെ വർധനവാണ് ഇറാൻ വരുത്തിയിരിക്കുന്നത്. ആണവായുധം നിർമ്മിക്കാൻ കഴിയുന്ന യുറേനിയത്തിന്റെ 90% സമ്പുഷ്ടീകരണമെന്ന നിലവാരത്തിനടുത്താണ് ഇറാൻ. ഈ നിലവാരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച ആണവായുധമില്ലാത്ത ഏക രാജ്യവും ഇറാനാണെന്ന് IAEA തലവൻ റാഫേൽ മരിയാനോ ഗ്രോസി പറയുന്നു. നേരത്തെ ഇറാൻ US ആണവ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ടെന്നാണ് വിവരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തിമമാക്കാൻ ശ്രമിക്കുന്ന ഒരു സാധ്യതയുള്ള ആണവ കരാറിനെ കുറിച്ച് ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ നിരവധി റൗണ്ട് നിശബ്ദ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഈ റിപ്പോർട്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പ്രകാരം മെയ് 17 വരെ ഇറാൻ 408.6 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. അതായത് 60% വരെ. ഫെബ്രുവരിയിലെ 274.8 കിലോഗ്രാമിൽ നിന്ന് 50% വർധനമാണിത്. ആണവായുധങ്ങൾക്ക് ആവശ്യമായ 90% സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഒരു സാങ്കേതിക ചുവട് മാത്രം അകലെയാണ് ഈ നില. ഇത്തരം വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരേ ഒരു ആണവായുധേതര രാഷ്ട്രം ഇറാനാണെന്ന് IAEA മുന്നറിയിപ്പ് നൽകി. ഈ വികസനത്തെ ഗുരുതരമായ ആശങ്കയെന്നാണ് അവർ വിശേഷിപ്പിച്ചത്. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും നിരവധി ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ഇപ്പോൾ രാജ്യത്തുണ്ടെന്ന് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അതേസമയം ഇറാൻ ഇതുവരെ ഒരു ആയുധ പരിപാടി ആരംഭിച്ചിട്ടില്ലെന്നും എന്നാൽ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു ആണവ ഉപകരണം നിർമ്മിക്കാൻ അവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും US ഇന്റലിജൻസ് വിലയിരുത്തലുകൾ പറയുന്നു. പ്രഖ്യാപിക്കാത്ത നിരവധി സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കപ്പെടാത്ത യുറേനിയം അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള IAEAയുടെ വർഷങ്ങളോളം നീണ്ട അന്വേഷണത്തിൽ ഇറാനോട് പൂർണ്ണമായും ഫലപ്രദമായും സഹകരിക്കാൻ അടിയന്തര ആഹ്വാനം ഗ്രോസി ആവർത്തിച്ചു. അംഗരാജ്യങ്ങളുമായി രഹസ്യമായി പങ്കിട്ട 22 പേജുള്ള രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഇറാന്റെ സഹകരണം തൃപ്തികരമല്ലെന്ന് വിമർശിക്കുകയും യുറേനിയം കണികകൾ കണ്ടെത്തിയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരുന്നതായി ഉദ്ധരിക്കുകയും ചെയ്തു. തുർക്കുസാബാദ്, വരാമീൻ, മാരിവാൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ ഒന്നായ തുർക്കുസാബാദ് 2018 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ആദ്യമായി വെളിപ്പെടുത്തിയത്. പരവതാനി വൃത്തിയാക്കൽ സൗകര്യമെന്ന വ്യാജേനെ രഹസ്യ ആണവ സംഭരണശാല എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചു. പക്ഷേ ഇറാൻ ഈ അവകാശവാദം നിഷേധിച്ചു. എന്നാൽ IAEA പരിശോധനകൾ പിന്നീട് അവിടെ മനുഷ്യനിർമ്മിത യുറേനിയം കണികകൾ കണ്ടെത്തുകയായിരുന്നു. 2003 ശേഷം ഇറാൻ പൊളിച്ചുമാറ്റിയ ലവിസാൻ ഷിയാൻ എന്ന 4ാമത്തെ സൈറ്റ് ഒരിക്കലും പരിശോധിച്ചിട്ടില്ലെങ്കിലും IAEAയുടെ അന്വേഷണത്തിന്റെ ഭാഗമാണിത്. ഒക്ടോബറിൽ ഔദ്യോഗികമായി കാലഹരണപ്പെടാൻ പോകുന്ന 2015 ആണവ കരാർ പ്രകാരം പിൻവലിച്ച സ്നാപ്പ് ബാക്ക് ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ നടപടികൾക്ക് ഈ റിപ്പോർട്ട് ചിലപ്പോൾ പ്രേരിപ്പിച്ചേക്കാം. ഏതൊരു കരാറിനും ഉപരോധങ്ങൾ പൂർണ്ണമായി പിൻവലിക്കുകയും തുടർച്ചയായ ആണവ വികസനം അനുവദിക്കുകയും വേണമെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. ഇറാനെതിരായ ഏത് ആക്രമണവും വൈകിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായും അങ്ങനെ നയതന്ത്രം പിന്തുടരാൻ വാഷിംഗ്ടണിന് കൂടുതൽ സമയം ലഭിക്കുമെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നത്. ഇതിന് പിന്നാലെയാണ് ഇവരുടെ പരാമർശങ്ങളും. വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു കരാർ സാധ്യമാണെന്ന് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിലുടനീളം ബോംബുകൾ വർഷിക്കാതെ നമുക്കൊരു കരാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഒരു വലിയ കാര്യമായിരിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ ഇറാൻ പൂർണ്ണമായും ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ആണവായുധങ്ങൾ സജീവമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമാണ് ഇത്രയും വലിയ തോതിലുള്ള സമ്പുഷ്ടീകരണം നിലനിൽക്കുന്നത്. അതിന് യാതൊരു സിവിലിയൻ ന്യായീകരണങ്ങളുമില്ലെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. മറുപടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആണവായുധങ്ങളോടുള്ള ടെഹ്റാന്റെ എതിർപ്പ് ആവർത്തിച്ചു. പ്രശ്നം ആണവായുധങ്ങളാണെങ്കിൽ അതെ, ഈ തരത്തിലുള്ള ആയുധം അസ്വീകാര്യമാണെന്ന് ഞങ്ങൾ കരുതുന്നുവെന്നാണ് US ഇറാൻ ചർച്ചകളിൽ ഇറാന്റെ മുഖ്യ ചർച്ചക്കാരൻ കൂടിയായ അരാക്ചി പറഞ്ഞത്. യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് വ്യക്തമാക്കി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി രംഗത്ത് വന്നിരുന്നു. അതിന് USന്റെ അനുമതി ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. US ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തുമോ എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചർച്ചകളിൽ ഒരു ഫലമുണ്ടെന്ന് തോന്നുന്നില്ല.
എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും അയത്തുള്ള ഖമേനി കൂട്ടിച്ചേർത്തു. അമേരിക്കയുമായുള്ള ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ചകൾ ഒരു കരാറിൽ എത്തിച്ചേർന്നതിൽ പരാജയപ്പെട്ടാലും തങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ചൊല്ലി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കുക എന്നതാണ് ചർച്ചകളുടെ ലക്ഷ്യം. പുതിയ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ തകർക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളും ബോംബ് ആക്രമണവും നടത്തുമെന്നുമായിരുന്നു ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തിയെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റഫായേൽ ഗ്രോസി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവരുടെ പക്കലുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാമെന്നുമാണ് ഗ്രോസി പറഞ്ഞത്. ആണവായുധം നിർമ്മിക്കുക എന്നത് ഒരു ജിഗ്സോ പസിൽ പോലെയാണ്. ഇറാന്റെ പക്കൽ ഇപ്പോൾ അതിനുള്ള എല്ലാ സാമഗ്രികളുമുണ്ട്. ഇനി അവയെ ഒന്നിപ്പിക്കുക മാത്രമേ വേണ്ടൂ. അണുബോംബ് ഉണ്ടാക്കുന്നതിൽ നിന്ന് അധികം അകലെയല്ല അവർ. അത് എപ്പോൾ വേണമെങ്കിലും നടന്നേക്കാമെന്നാണ് ഗ്രോസി നൽകുന്ന മുന്നറിയിപ്പ്. യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനായി ആയിരക്കണക്കിന് അത്യാധുനിക സെൻട്രിഫ്യൂജുകൾ ഇറാൻ സ്ഥാപിച്ചു. ഇത് കരാർ വഴി നിയന്ത്രിച്ചിരുന്നതാണ്. ആണവ ആയുധങ്ങൾക്ക് 90% വരെ ശുദ്ധീകരിച്ച യുറേനിയം ആവശ്യമാണ്. ആണവ കരാർ പ്രകാരം ഇറാന് 3.67% വരെ സമ്പുഷ്ടീകരിച്ച 300 കിലോഗ്രാം യുറേനിയം മാത്രമേ കൈവശം വയ്ക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. സാധാരണ ആണവോർജ്ജത്തിനും ഗവേഷണ ആവശ്യങ്ങൾക്കും ഇത് മതിയാകുമെങ്കിലും ബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമല്ല. 2025 മാർച്ചോടെ ഇറാന്റെ കൈവശം 60% വരെ ശുദ്ധീകരിച്ച ഏകദേശം 275 കിലോഗ്രാം യുറേനിയം ഉണ്ടായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കിയത്. ഇറാൻ ഈ യുറേനിയം വീണ്ടും സമ്പുഷ്ടീകരിക്കുകയാണെങ്കിൽ ഏകദേശം 6 ഡസനോളം ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇത് മതിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കാൻ ഫിസൈൽ മെറ്റീരിയൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. പക്ഷേ ഒരു ആണവായുധം നിർമ്മിക്കാൻ കൂടുതൽ സമയമെടുത്തേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാന് ഒരു ആയുധം നിർമ്മിക്കാൻ 1-2 ആഴ്ചകൾക്കുള്ളിൽ കഴിയുമെന്നായിരുന്നു 2024 ജൂണിൽ അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം 60% വരെ വർദ്ധിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ UN ആണവോർജ്ജ ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി പറയുകയായിരുന്നു. 2025 ഫെബ്രുവരിയിൽ ഇറാനിലെ ശാസ്ത്രജ്ഞരുടെ രഹസ്യ സംഘം ആണവായുധം നിർമ്മിക്കാൻ ആസൂത്രണം ചെയ്യുകയാണെന്ന് US ഇന്റലിജൻസും സൂചിപ്പിച്ചു. ആണവായുധം എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ അധികം അകലെയില്ല എന്നാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇറാന് ആണവായുധങ്ങൾ ലഭിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിനെയും സമീപ പ്രദേശങ്ങളെയും വലിയ തോതിൽ അസ്ഥിരപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇറാൻ ആണവായുധ ശേഷി കൈവരിച്ചാൽ അവരുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രയേലിന് അത് ഭീഷണിയായേക്കും. ഇത് അമേരിക്കയുടെയും മിഡിൽ ഈസ്റ്റിലെ അവരുടെ പങ്കാളികളുടെയും താൽപ്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും ഉയർത്തുക, പ്രത്യേകിച്ച് സൗദിയുടെ താൽപ്പര്യങ്ങൾക്ക്. മാത്രമല്ല അമേരിക്കയുടെ എതിരാളികളായ റഷ്യയുമായും ചൈനയുമായും സൈനിക സാമ്പത്തിക പങ്കാളിത്തത്തിലൂടെ കൂടുതൽ കരുത്തരാകാനും സാധ്യതയുണ്ടെന്ന് ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സേനയെ സഹായിക്കാൻ ഇറാൻ ഡ്രോണുകളും ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെ വിവിധ ആയുധ സംവിധാനങ്ങൾ നൽകിയിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കിയാൽ മേഖലയിലെ മറ്റു രാജ്യങ്ങളെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയെ സമാനമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുമെന്നും ഇത് അപകടകരമായ ആണവായുധ മത്സരത്തിന് കാരണമാകുമെന്നും ആശങ്കയുണ്ട്. ഇതിനിടെ താരിഫ് യുദ്ധത്തിന് പിന്നാലെ ചൈനയ്ക്കെതിരെ കടുത്ത നടപടിയുമായി US രംഗത്തെത്തി. ചൈനയുടെ ഭീഷണി നേരിടാൻ ഏഷ്യൻ രാജ്യങ്ങൾ ആയുധശക്തി വർദ്ധിപ്പിക്കണമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആവശ്യപ്പെട്ടു. തായ്വാനെ ആക്രമിച്ചു കീഴടക്കാൻ ചൈന തയ്യാറാവുകയാണെന്നും ഭീഷണി നേരിടാൻ ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കൊപ്പം US ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സിംഗപ്പൂരിൽ നടന്ന ഇൻഡോ പസഫിക് രാജ്യങ്ങളിലെ പ്രതിരോധ സൈനിക തലവന്മാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഹെഗ്സെത്ത്. ഇൻഡോ പസഫിക് മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥ സൈനിക ശക്തി ഉപയോഗിച്ച് മാറ്റാൻ ചൈന തയ്യാറാകുന്നുണ്ട്. ഈ സത്യം മയപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ചൈന ഉയർത്തുന്ന ഭീഷണി യാഥാർത്ഥ്യവും ആസന്നവുമാണ്. ഈ സാഹചര്യത്തിൽ ഇൻഡോ പസഫിക് മേഖലയിലെ USന്റെ സഖ്യകക്ഷികൾ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണമെന്ന് ഹെഗ്സെത്ത് പറഞ്ഞു. മേഖലയിലെ ഭീഷണി നേരിടുന്നതിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണെന്നും ഹെഗ്സെത്ത് സൂചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.